ഷബീറിലേക്ക് തിരികെ. ഷബീർ, ഇപ്പോൾ ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തെല്ലാമാണ് ഈ വാഹനങ്ങളുടെ വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ പുറത്തു വന്നിട്ടുണ്ടോ? ഈ വാഹനങ്ങളുടെ ഉടമ ആരൊക്കെയാണ്? ഈ വാടകയ്ക്കെടുത്തതാണോ ഈ വാഹനങ്ങൾ, അതോ ഈ വാഹനം ഓടിച്ച ആളുകളുടെ ആരുടെയെങ്കിലും സ്വന്തമായിട്ടുള്ള വാഹനമാണോ? അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു 999 ഓട്ടോമോട്ടീവ് എന്നൊരു സ്ഥാപനം, അതായത് വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ, അതായത് പോളിഷിംഗ് മറ്റ് പ്രവർത്തികളെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. പ്രത്യേകിച്ച് ആഡംബര വാഹനങ്ങൾ. അതുമായി ബന്ധപ്പെട്ട അവർ നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിലാണ് അതുമായി ബന്ധപ്പെട്ട പ്രൊമോഷനിൽ അവരുടെ പരസ്യം ചെയ്യുന്നത്. അത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരണം നേരത്തെയും നടത്തിയിട്ടുണ്ട്. ആ നിലയ്ക്കാണ് ഇന്നും ഇത്തരമൊരു വീഡിയോ ചിത്രീകരിക്കാനായി ഈ 999 ഓട്ടോമോട്ടീവ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമ ഉൾപ്പെടെയുള്ള ആളുകൾ, ഉടമകളിൽ ഒരാളാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. സാബിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ് എന്നുമാണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ MVI നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, എന്താണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ്? RTO ആണ് നസീർ സാർ. ഇത് വരും എൻഫോഴ്സ്മെന്റ് RTO ആണ്. ഇത് കുറ്റകൃത്യം നടന്നത് രാവിലെയാണ്. പക്ഷേ ഇത് സംഭവം നടന്നത് ഇപ്പം നിലവിൽ ഇവിടെ ഡ്രൈവർമാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടിനനുസരിച്ച് 2 വാഹന ഉടമകൾക്കെതിരെയും ഓടിച്ചിരുന്ന ഡ്രൈവർക്കെതിരെയും മോട്ടോർ വാഹന നിയമം അനുസരിച്ച് എന്തെല്ലാം മാക്സിമം ശിക്ഷ നൽകാവോ അത് കൊടുക്കുന്നതായിരിക്കും. അതിനുവേണ്ടി പോലീസിൽ നേരിട്ടെത്തി തെളിവ് ശേഖരിക്കാനാണ് ഞങ്ങൾ രണ്ടുകൂടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ വാഹനം ഉപയോഗിച്ച ഇത്തരത്തിലുള്ള റീൽസ് ചിത്രീകരണം, പരസ്യ ചിത്രീകരണം അത് അനുവദനീയമാണോ? അനുവദനീയമല്ല. അല്ല. അപ്പോൾ എന്ത് തരത്തിലുള്ള ആക്ഷൻ ആയിരിക്കും അത് നിയമപരമായിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം എടുക്കാൻ? നമ്മുടെ നിയമത്തിൽ പറയാവുന്ന എത്രമാത്രം അവർക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അത് തീർച്ചയായിട്ടും എടുത്തിരിക്കും. ഇപ്പൊ ഇതിൽ തന്നെ 2 പേർക്കും 2 പേരുടെ ലൈസൻസും ഞങ്ങൾ സസ്പെൻഡ് ചെയ്യും. ഇതിലിപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നവരുടെ ഇവരുടെ പേജിൽ, ഇൻസ്റ്റാ പേജിൽ നിരന്തരം ഇത്തരം വീഡിയോസ് കാണുന്നുണ്ട്. അതൊക്കെ നിയമലംഘനമായിട്ട് കണക്കാക്കേണ്ടി വരില്ല? അത് നമ്മൾ പരിശോധിച്ചതിന് ശേഷമേ പറയാൻ പറ്റൂ. എന്നാലും ഇപ്പോൾ പ്രാഥമികമായിട്ട് ഇവരുടെ 2 പേരുടെയും സസ്പെൻഷൻ ചെയ്യും. തീർച്ചയായും വിശദമായ പരിശോധന ഉണ്ടാവുമല്ലേ? ഉണ്ടാവും. പോലീസിന്റെ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. പോലീസിന്റെ റിപ്പോർട്ട് നമ്മുടെ അല്ലാതെ ഉണ്ടാവും. പോലീസിന്റെ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ ആണ്. അതിന്റെ ബേസിൽ ഞങ്ങളുടെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഈ വാഹനങ്ങളുടെ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടി വരില്ല? ഇൻഷുറൻസ്, മറ്റു രേഖകൾ, RC ഓണർ ആരാന്നുള്ളത് പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്? അല്ല, ഇപ്പൊ ഞങ്ങൾ വന്നിട്ടേ ഉള്ളൂ. നോക്കിയതിന് ശേഷം പറയാം. എന്തായാലും ഇതാണ് മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ട്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ വാഹനം ഓടിച്ചിരുന്ന വ്യക്തികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള റീൽസ് വീഡിയോ ചിത്രീകരണം മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അനുവദനീയമല്ല, നിയമലംഘനമാണ്. അതുമായി ബന്ധപ്പെട്ട് എടുക്കാൻ കഴിയുന്ന പരമാവധി നടപടി, നിയമ നടപടി തന്നെ ഈ വാഹന ഉടമകൾക്ക് അല്ലെങ്കിൽ വാഹനം ഓടിച്ചിരുന്നവർക്കെതിരെ എടുക്കും. പോലീസ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പോലീസ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ എന്തെങ്കിലും അന്വേഷണത്തിൽ നിന്ന് ബോധ്യമാവുകയാണെങ്കിൽ സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള വകുപ്പുകൾ കൂടി വരും. എന്തായാലും പോലീസിന്റെ പ്രാഥമികമായി പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം, ഇത് സ്ഥിരമായി ഈ മരിച്ച ആൽവിൻ ഈ കമ്പനിക്ക് വേണ്ടി, ഈ 999 ഓട്ടോമോട്ടീവ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടി നേരത്തെയും റീൽസ് വീഡിയോകൾ എടുത്തു നൽകുന്ന ആളാണ്. അതുപോലെ അതിന് സമാനമായിട്ടാണ് ഇന്ന് രാവിലെയും ആൽവിൻ ഈ വീഡിയോ ചിത്രീകരിച്ച് നൽകാനായി ഇവിടേക്ക് എത്തിയത്. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടെയാണ് ഈ 2 വാഹനങ്ങളിൽ ഒന്ന് ഈ ആൽവിനെ ഇടിച്ചു തെറിപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ആൽവിനെ ഇതേ വാഹനത്തിൽ തന്നെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതേ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ, കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഈ ആൽവിൻ മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറ്റ് ഇൻക്വസ്റ്റ്, ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ നാളെ നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ളവ നടക്കുക. എന്തായാലും ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. മോട്ടോർ വെഹിക്കിളിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വാഹന ഉടമകൾ, ഈ സ്ഥാപനത്തിന്റെ ഉടമകളെ പോലീസ് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരുടെ വിശദമായി മൊഴിയെടുക്കുന്നുണ്ട്, അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരൊക്കെയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്? പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്, ഒന്ന്, നേരത്തെ പറഞ്ഞ 999 ഓട്ടോമോട്ടീവ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമകളിൽ ഒരാളായ സാബിത്ത് ഉണ്ടായിരുന്നു. ഒരു വാഹനം ഓടിച്ചിരുന്നത് അദ്ദേഹമാണ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. മറ്റൊരു വാഹനം ഓടിച്ചിരുന്ന ആൾ ആരാണെന്ന് ഇപ്പോൾ വ്യക്തമല്ല. അതുമായി ബന്ധപ്പെട്ട വാഹനം ഓടിച്ചിരുന്ന ആളാണോ ഈ സാബിത്ത് എന്ന് പറയുന്ന ആൾ?
നമുക്ക് ഇപ്പോൾ അത് അങ്ങനെ സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. കാരണം ഏത് വാഹനമാണ് ഇടിച്ചതെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. അതിൽ പരിശോധന ആവശ്യമാണ്, അന്വേഷണം ആവശ്യമാണ്, ഇവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ രണ്ട് വാഹനങ്ങളിൽ ഏത് വാഹനമാണ് ആൽവിൻ ഇടിച്ചു വീഴ്ത്തിയതെന്ന് വ്യക്തമാകൂ. കാരണം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ രേഖകളുമായി ബന്ധപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വാഹനങ്ങൾക്ക് പൂർണ്ണമായ രേഖകളുണ്ടോ, ഇൻഷുറൻസ്, ഒപ്പം തന്നെ മറ്റു രേഖകൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വാഹനങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് ഈ രേഖകൾക്കനുസരിച്ച് അതിലെ നിയമ നടപടികളുടെ വ്യാപ്തിയും മാറും. അപ്പോൾ ഏത് വാഹനമാണ് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഈ വാഹനത്തിന്റെ ഉടമകൾ അല്ലെങ്കിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആളുകൾ നൽകുന്ന മൊഴി അനുസരിച്ച് ഈ വാഹനമാണ്, ഈ കറുത്ത ഡിഫൻഡറാണ് ആൽവിനെ ഇടിച്ചു വീഴ്ത്തിയതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പോലീസ് പൂർണ്ണമായി അത് വിശ്വാസത്തിലെടുത്തിട്ടില്ലെങ്കിൽ അതാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഏത് വാഹനമാണ് ഈ അപകടം വരുത്തിവെച്ചത്, അപകടത്തിനിടയാക്കിയതെന്ന് പറയാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. അതിന് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത് ഈ പ്രദേശത്തെ അവിടെ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളാണ്. ഒരു സ്ഥാപനത്തിന്റെ CCTV ദൃശ്യങ്ങളുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ ഈ അപകട ദൃശ്യമുണ്ട് എന്നാണ് ആ CCTV ദൃശ്യങ്ങൾ കണ്ട ഈ പ്രദേശവാസി പറഞ്ഞത്. അതിരാവിലെ ആയതിനാൽ 7 മണിയോടെ ആയതിനാൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ കുറവായിരുന്നു. അപ്പോൾ ദൃക്സാക്ഷികൾ കുറവാണ് ഈ അപകടത്തിന്. എന്നാലും ഈ CCTVയിൽ എത്തരത്തിൽ ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് പ്രദേശവാസി പറഞ്ഞത്. അതിൽ വ്യക്തമാണ് ഏത് വാഹനമാണെന്നതടക്കം വ്യക്തമാണ്. ആ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത് മറ്റാർക്കും കൈമാറരുത് എന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും അത് പോലീസ് വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ, ഒപ്പം തന്നെ ഇവരുടെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഏത് വാഹനമാണ് ഇടിച്ചതെന്ന് ബോധ്യമാകൂ, അത് സ്ഥിരീകരിക്കാൻ കഴിയൂ. പ്രാഥമികമായി ഈ ഡിഫൻഡർ വാഹനമാണ് ഇടിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് വാഹനം ഓടിച്ചിരുന്നവർക്കെതിരെയും നിയമ നടപടി ഉണ്ടാകും എന്നാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതിൽ കാരണം ഇത് നിയമപരമായി മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അനുവദനീയമല്ല. റീൽസ് ചിത്രീകരണം വാഹനങ്ങൾ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് പൊതു റോഡാണ്, അത്തരത്തിലുള്ള റോഡിൽ റീൽസ് ചിത്രീകരണം അനുവദനീയമല്ല. അതിനനുസരിച്ചുള്ള നിയമ നടപടി ഉണ്ടാകും. പ്രാഥമികമായി കൂടുതൽ പരിശോധനകൾ നടക്കുന്നേയുള്ളൂ. ഈ വാഹനങ്ങൾക്ക് രേഖകൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള നടപടി ഉണ്ടാകും. എന്നാൽ അതിനു മുമ്പ് പ്രാഥമികമായി ഈ വാഹനം ഓടിച്ചിരുന്ന, രണ്ട് വാഹനം ഓടിച്ചിരുന്ന ആളുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും മോട്ടോർ ചിത്രീകരണത്തിനിടെ കോഴിക്കോട് യുവാവിന് ദാരുണാന്ത്യം. വിവരങ്ങൾ നൽകിയത് ഷബീർ ഉമർ.